ഒരുപാട് ഉദ്യോഗാർത്ഥികൾ ആഗ്രഹിക്കുന്ന ഒരു ജോലി, മാന്യമായ ശമ്പളം, പക്ഷേ കിമ്പളം മസ്റ്റ്. ഒരു കൈക്കൂലിക്കാരന്റെ വാർത്തയാണ് അടുത്തത്. ലൈഫ് മിഷൻ പദ്ധതി പ്രകാരം വീട് ലഭിച്ച ഗുണഭോക്താവിൽ നിന്നും കൈക്കൂലി വാങ്ങുന്നതിനിടെ കാരോട് പഞ്ചായത്തിലെ വില്ലേജ് എക്സ്റ്റൻഷൻ ഓഫീസറെ വിജിലൻസ് പിടികൂടി. വില്ലേജ് എക്സ്റ്റൻഷൻ ഓഫീസർ സന്ദീപിനാണ് വിജിലൻസ് കൈയോടെ പിടികൂടിയത്. 2500 രൂപയാണ് കൈക്കൂലി വാങ്ങിയത്. ഒരു പാവം വീട് കെട്ടാൻ പല ഘട്ടങ്ങളിലായി ഈ ഉദ്യോഗസ്ഥന് അനുമതി വേണം. ഈ അനുമതി വാങ്ങാൻ പോയ ഒരു പാവത്തിൽ നിന്നാണ് കൈക്കൂലി വാങ്ങി. ലൈഫ് മിഷന്റെ ഗുണഭോക്താവായ വ്യക്തിയിൽ നിന്ന് മൂന്നാം ഗഡു പണം അനുവദിക്കുന്നതിനായി സന്ദീപ് കൈക്കൂലി ആവശ്യപ്പെട്ടു. 2500 രൂപ കൈക്കൂലി നൽകുന്ന കാര്യം വിജിലൻസിനെ പരാതിക്കാരൻ അറിയിച്ചു. പണം കൈമാറുന്നതിനിടെയാണ് വിജിലൻസ് ഇൻവെസ്റ്റിഗേഷൻ 2 ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിൽ പിടികൂടിയത്. കൊട്ടാരക്കരയിൽ ജോലി ചെയ്തിരുന്നപ്പോൾ പണം തിരിമറി നടത്തിയ കേസിൽ അന്വേഷണം നേരിടുകയാണ് ഉദ്യോഗസ്ഥനായ സന്ദീപ്. ലൈഫ് മിഷന്റെ ഉപഭോക്താവായ ഇതേ വ്യക്തിയിൽ നിന്ന് ഒന്നാം ഗഡുവിനും 2ാം ഗഡുവിനും ഇയാൾ പണം കൈക്കൂലിയായി വാങ്ങിയിരുന്നു. ഇത്തവണ 3ാം ഗഡുവിനായി അപേക്ഷ നൽകാൻ എത്തിയപ്പോഴാണ് കൈക്കൂലിയായി 2500 രൂപ വീണ്ടും ആവശ്യപ്പെട്ടത്. തുടർന്ന് ഇയാൾ വിവരം വിജിലൻസിനെ അറിയിക്കുകയായിരുന്നു. തുടർന്ന് ഫിനോഫ്തലിൻ പുരട്ടിയ നോട്ടുകൾ വിജിലൻസ് ഇയാൾക്ക് കൈമാറി. ഈ നോട്ടുകൾ സന്ദീപ് ലൈഫ് മിഷൻ പദ്ധതിയുടെ ഉപഭോക്താവിൽ നിന്ന് കൈക്കൂലിയായി വാങ്ങുന്നതിനിടെയാണ് വിജിലൻസ് ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലുള്ള സംഘം പിടികൂടിയത്. അറസ്റ്റിന് ശേഷമുള്ള നടപടിക്രമങ്ങൾ കാരോട് വില്ലേജ് ഓഫീസിൽ പുരോഗമിക്കുകയാണ്. ജിബിൻ ജെബി, 24 തിരുവനന്തപുരം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.